ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ രാജീവിനെതിരെ പോലീസ് കേസെടുക്കും. പരാതിക്കാരി സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തി സർജറി വേഗത്തിലാക്കാൻ ഡോക്ടറിന് കൈക്കൂലി നൽകിയിരുന്നു എന്ന് സുമയ്യ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പ്രശ്നത്തെ ആരോഗ്യവകുപ്പ് നിസ്സാരമായി കാണുകയാണെന്ന് സുമയ്യയുടെ സഹോദരൻ സബീർ ആരോപിച്ചു. സർജറി ഡോക്ടറെ ഞാൻ നെടുമങ്ങാടാണ് ഡോക്ടർ ഇരിക്കുന്നത്, റൂമിൽ പോയി കാണുമായിരുന്നു. കണ്ടിട്ട് ഡോക്ടറിന് പൈസ ഞാൻ 4000 രൂപ കൊടുത്തിട്ടാണ് സർജറിക്ക് മുന്നേ. രാജീവ് കുമാർ ഡോക്ടറിന് അനസ്തേഷ്യയ്ക്ക് ഒന്നും ഞങ്ങൾ പോയി കണ്ടിട്ടില്ല, ഹോസ്പിറ്റലിൽ പോയി കണ്ടത് തന്നെയാണ്. ആകെ 4000 രൂപ മാത്രമാണോ കൊടുത്തത്? അല്ല, ആദ്യം 2000, പിന്നീട് 2000 കൊടുത്തു. പിന്നെ അതിനുശേഷം 500 വെച്ച് ഞാൻ കാണാൻ പോകുമ്പോഴൊക്കെ കൊടുക്കുമായിരുന്നു. എനിക്ക് ശ്വാസം മുട്ടൊക്കെ വരുമ്പോൾ ഞാൻ നെടുമങ്ങാട് ചെന്ന് കാണിക്കുമായിരുന്നു. അപ്പം ഞാൻ 200 രൂപ വെച്ച് കൊടുക്കും. ചിലപ്പോൾ 500 കൊടുക്കും, ചിലപ്പോൾ 200 കൊടുക്കും. അങ്ങനെയൊക്കെ എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ കൊടുക്കും. ഈ 2 വർഷവും തുടർന്നു? 2 വർഷവും തുടർന്നു. പിന്നെ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ പോവും. അങ്ങനെയൊക്കെ തുടർന്നിട്ടുണ്ട്. ഡോക്ടർ ഗുരുതരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ഒരു സ്ഥിതിക്ക് ഇത്രയും സമയമായി പോലീസോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പോ കൃത്യമായ നടപടി എടുക്കേണ്ടതുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ തെറ്റ് ചെയ്ത ഡോക്ടറിനെ വെച്ച് തന്നെയാണ് ഇവർ ബോർഡ് മീറ്റിംഗ് വരെ കൂടുന്നത് എന്നത് ഇപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വലിയ ഗൗരവമായ തെറ്റാണ്. നീതി വേണം, നീതി കിട്ടിയേ പറ്റൂ. പരാതി അന്വേഷിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ഇത് സംബന്ധിച്ച് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. വിദഗ്ധരുടെ ഒരു സമിതി രൂപീകരിച്ച് ഇത് സംബന്ധിച്ച വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇത് കണ്ടുപിടിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഈ പേഷ്യന്റ് നമ്മുടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഇതിലൊരു പരാതിയുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് ഈ കമ്മിറ്റി അതുകൂടി പരിശോധിക്കാൻ പറഞ്ഞു. ഒറ്റ കാര്യമേ ഉള്ളൂ, അതിൽ ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കും. അത് കർശനമായിട്ടുള്ള നടപടിയായിരിക്കും. അരുൺ സോളമന്റെ വിശദാംശങ്ങൾ നൽകാൻ. അരുൺ സോളമൻ, സുമയ്യയ്ക്കുണ്ടായ ദുരനുഭവത്തിൽ സ്വമേധയാ ഒരു അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തു, പക്ഷേ ഒന്നും കാര്യമായി കണ്ടെത്താനായില്ല എന്നൊരു വിചിത്രവാദമായിരുന്നു ആരോഗ്യവകുപ്പ് ഡയറക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷേ ഇതിൽ ഡോക്ടർ തന്നെ ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് നടപടി വൈകുന്നതെന്നാണ് ഈ കുടുംബം ചോദിക്കുന്നത്. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ശ്രുതി, ഈ വിഷയത്തിൽ RCCയിൽ 2 വർഷം ചികിത്സയിൽ തുടർന്ന സുമയ്യ ഈ വർഷം ഏപ്രിൽ മാസമാണ് എക്സ്റേ എടുക്കുന്നത്. എക്സ്റേ എടുക്കുമ്പോഴാണ് നെഞ്ചിൽ ഈ ഗേഡ് വയർ കുടുങ്ങിക്കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇതിനെ തുടർന്ന് അവർ വീണ്ടും രാജീവ് ഡോക്ടറിനെ വന്ന് കാണുകയായിരുന്നു. തുടർന്ന് രാജീവ് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമാണ് ശ്രീചിത്ര ആശുപത്രിയിലെത്തിയത്. അവിടെ അനൂപ് ഡോക്ടറിന്റെ നേതൃത്വത്തിൽ അവിടെ വീണ്ടും ഡിജിറ്റൽ എക്സ്റേ നടത്തി. അതിൽ തുടർന്ന് ഈ ജനറൽ ആശുപത്രിയിലെ സൂപ്രണ്ടിന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ കൂടിയായിട്ടുള്ള റീന KJ ഇത് സംബന്ധിച്ച് അന്വേഷിക്കാനായിട്ടൊരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഈ ശ്രീചിത്ര നൽകുന്നുണ്ടെങ്കിൽ തന്നെയും ആ റിപ്പോർട്ടിന് മുകളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ച് അതിൽ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, കഴിഞ്ഞ 4 മാസമായി ഈ ഡോക്ടർ ഇപ്പോഴും ഈ സർവീസിൽ തുടരുകയാണ്. അദ്ദേഹം ആണ് ഈ വിദഗ്ധ സമിതിയുടെ ബോർഡിലും അദ്ദേഹം തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കുടുംബത്തിന് ഏറ്റവും വലിയ ആശങ്ക വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോഴും സുമയുടെ സഹോദരൻ സബീർ ആവർത്തിച്ച് പറയുന്നത് ആ ഡോക്ടർ എങ്ങനെയാണ് ഈ വിദഗ്ധ സമിതിയിൽ കയറിക്കൂടി എന്നുള്ളതാണ് അവരെ ആശ്ചര്യപ്പെടുത്തുന്നത്. മറ്റൊന്ന്, ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ കന്റോൺമെന്റ് സ്റ്റേഷനിൽ സബീർ നൽകിയ പരാതിയിൽ ഇപ്പോൾ സുമയുടെ മൊഴി വളരെ വിശദമായിട്ടുള്ള ഒരു മൊഴി 2 മണിക്കൂറിലധികമായി സമയം ചെലവിട്ട് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഉടൻ തന്നെ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ പോലീസ് എന്തായാലും കേസെടുക്കും. ഇതിൽ DMOക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഏറെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ കഴിഞ്ഞ 2.5 വർഷം ഈ സർജറിക്ക് മുൻപ് തന്നെ 4000 രൂപ ഈ ഡോക്ടർ രാജീവിന് കൈക്കൂലിയായിട്ട് നൽകി എന്നുള്ളത് സുമയ റിപ്പോർട്ടർ TVയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ സബീറും ആവർത്തിക്കുകയാണ്. കാരണം സർജറി വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗവൺമെന്റ് സർവീസിലിരിക്കുന്ന ഡോക്ടറിന് കൈക്കൂലി കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു നിർധന കുടുംബം പോകേണ്ടി വന്നു എന്ന് പറയുന്നത് ഏറെ ഖേദകരമാണ്. കേരളത്തെ സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നമ്പർ 1 ആണെന്ന് പറയുമ്പോഴും അത് തലകുനിച്ച് നിൽക്കേണ്ട അല്ലെങ്കിൽ നാണം കെട്ട് നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ആരോഗ്യവകുപ്പ് മാറുന്നുണ്ട് എന്നുള്ളതിനാണ് ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെ നമ്മൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാത്രം കാണുമ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഇത്തരത്തിൽ 4 മാസമായി ഇദ്ദേഹം വീണ്ടും ജനറൽ ആശുപത്രിയുടെ പ്രധാനപ്പെട്ട ഒരു സർജനായിട്ട് വീണ്ടും
തുടരുമ്പോൾ ആരോഗ്യവകുപ്പ് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് ചോദിച്ചാൽ ഏപ്രിൽ മാസം 14-ാം തീയതി വിദഗ്ധ സമിതിയുടെ ഒരു റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ മുൻപിൽ വരുന്നു. റീന കെ ജി ആ റിപ്പോർട്ട് കണ്ടിട്ട് അത് പരിപൂർണമല്ല, തൃപ്തികരമല്ലാതെ റിപ്പോർട്ട് മടക്കി അയക്കുകയും വീണ്ടും അന്വേഷിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 4 മാസം പിന്നിടുന്നു, എന്നിട്ടും ആ റിപ്പോർട്ട് എവിടെയാണെന്നുള്ള ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ഏറ്റവും ഒടുവിൽ നീതി തേടിയാണ് ഇപ്പോൾ സുമയ്യ ഇപ്പോൾ DMOക്ക് പരാതി നൽകി, കന്റോൺമെന്റ് സ്റ്റേഷനിൽ പരാതി നൽകി. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും ഇന്നലെ പരാതി കൊടുത്തു. ഇന്നിപ്പോൾ 3 മണിയോടുകൂടി തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും പരാതി നൽകും. പരാതി നൽകിയാൽ ഇതിൽ നടപടി സ്വീകരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം റീന കെ ജെ വ്യക്തമാക്കിയത്. പക്ഷേ പരാതിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് DMOക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും കഴിഞ്ഞ ഏപ്രിൽ മാസം തന്നെ ഇത് സംബന്ധിച്ച് വ്യക്തത വന്നതാണ്. ഈ ഒരു വയർ ഇപ്പോഴും അവരുടെ നെഞ്ചിൽ ഹൃദയഭാഗത്ത് ആ ധമനിയോട് ചേർന്ന് രക്തക്കൊള്ളോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് അന്ന് സർജറി ചെയ്തിരുന്നുവെങ്കിൽ ഇത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മാറില്ലായിരുന്നു. പക്ഷേ 2.5 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് രക്തത്തോടും മാംസത്തോടും ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയപ്പോൾ ഇനി സർജറി ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിഗമനത്തിലേക്ക് ഇപ്പോൾ ശ്രീചിത്രയിലെ ഡോക്ടർമാരും വന്നെത്തിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ള റിപ്പോർട്ട് ശ്രീചിത്രയ്ക്ക് എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു? അതൊരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്, അവിടെ നിന്നാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ട് സംബന്ധിച്ചും ഇനി ദുരൂഹതകളുണ്ടോ എന്നുള്ളൊരു സംശയം ആ കുടുംബത്തിനുമുണ്ട്. അതുകൊണ്ട് ആ റിപ്പോർട്ടും പുറത്തു വരണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ചില ദുരൂഹതകളുണ്ട്. അതിലപ്പുറം ഡോക്ടർ ഇപ്പോൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും ഇപ്പോൾ നടപടിയെടുത്ത് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യേണ്ടുന്ന നിമിഷങ്ങളാണ്. പക്ഷേ അത് ഇതുവരെയും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കുറ്റകൃത്യം. അതിൽ ആരോഗ്യ വകുപ്പിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രുതി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും എന്തായാലും സുമയ്യയ്ക്കുണ്ടായ അനുഭവത്തെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു നടപടിയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഒപ്പം ഈ ചികിത്സാ പിഴവിൽ ഡോക്ടർ രാജീവിനെതിരെ പോലീസ് കേസെടുക്കും. പരാതിക്കാരി സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളാണ് അരുൺ സോളമൻ നൽകിയത്.